കൊറിയയിലെ ഗോഡ്സോൺ എന്നൊരു ഗ്രാമം. ശാന്തമായ ജീവിതം നയിച്ചിരുന്ന ഈ ഗ്രാമത്തിൽ പെട്ടെന്ന് ചില ആളുകൾക്ക് അസ്വാഭാവികമായ ഒരു രോഗം വരാൻ തുടങ്ങുന്നു. അവർ മാഡായിട്ട് പെരുമാറുന്നു, സ്വന്തം കുടുംബത്തെ തന്നെ ആക്രമിക്കുന്നു, അവസാനം ഭീകരമായി കൊല്ലപ്പെടുന്നു. അപ്പോഴാണ് ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ അവിടെ എത്തുന്നത്. ആളുടെ പേര് ജോൺ ഗോ. ആദ്യം ആൾക്ക് ഇതൊക്കെ ഒരു സാധാരണ ക്രൈം കേസായിട്ട് തോന്നി. പക്ഷേ ആളുടെ മകൾക്കും അതേ രോഗം വരുമ്പോഴാണ് ഈ ഒരു കേസ് ഭീകരമാണെന്ന് ആൾക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഒരു ജാപ്പനീസ് ഓൾഡ് മാൻ അവിടെ കാണുന്നത്. ആ ഒരു ജാപ്പനീസ് അപ്പൂപ്പൻ ആ ഒരു ഗ്രാമത്തിലേക്ക് താമസിക്കാൻ വരുന്നു. ആ ഒരു അപ്പൂപ്പൻ വന്നതിന് ശേഷമാണ് ഈ കൊലപാതകങ്ങളും എല്ലാം നടത്തുന്നതായിട്ട് ഗ്രാമവാസികൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അയാളെ കുറിച്ച് പറയുന്നത് ഇയാൾ ഒരു പിശാചാണ് എന്നാണ്. അപ്പോഴാണ് തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാരൻ ഒരു ശാമനെ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ശാമനെ വിളിച്ച് ഉത്തരവാദം ചടങ്ങൊക്കെ നടത്തിയതിന് ശേഷവും കൊലപാതകങ്ങൾ കൂടി മകളുടെ അവസ്ഥ കൂടുതൽ മോശമായി. സിനിമയിൽ പല സ്ഥലത്തും വെളുത്ത വസ്ത്രം ധരിച്ചൊരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും സംശയാസ്പദമായി തോന്നി. ഇവളും ഇനി ആ ഒരു ജാപ്പനീസ് അപ്പൂപ്പന്റെ കൂടെയുള്ള പിശാചാണോ എന്ന് വരെ എല്ലാവരും സംശയിച്ചു. എന്നാൽ ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. ആ ഒരു ജാപ്പനീസ് അപ്പൂപ്പൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പിശാചാണ്. അവൻ മനുഷ്യരെ കൈവശപ്പെടുത്തി കൊലപാതകങ്ങൾ ചെയ്യുന്നു. ആ ശാമൻ എന്നത് ഈ ഒരു ജാപ്പനീസ് അപ്പൂപ്പന്റെ കൂടെയുള്ള ആളാണ്. അയാൾ പണം കിട്ടാൻ വേണ്ടി അയാളെ സഹായിക്കുന്നു. വെളുത്ത വസ്ത്രത്തിലുള്ള സ്ത്രീയാണ് ആ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. എന്നാൽ ജോൺഗുവിന് ആ ഒരു സ്ത്രീയിൽ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ അവസാനം ജോൺഗുവും കുടുംബവും രക്ഷപ്പെടുന്നില്ല. അങ്ങനെ കഥയുടെ അവസാനത്തിൽ ആ ഒരു ജാപ്പനീസ് അപ്പൂപ്പൻ ജോൺഗുവിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.